സ്കൂളുകളിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്ക് പെർമനന്റ് ആയിട്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇല്ലാത്തൊരവസ്ഥ. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2021 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മണികുമാർ സാറ് ഉത്തരവിട്ടതാണ് 642 സ്കൂളുകളിൽ അന്ന് PTA പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അലിയും പിന്നെ റോജി വർഗീസ് എന്ന് പറയുന്ന ആളും ചേർന്ന് സമർപ്പിച്ച ഒരു കേസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാർ സാർ ഉത്തരവിട്ടതാണ് 3ഉം 4ഉം ഡിവിഷനുള്ള സ്കൂളുകളിൽ, അതായത് ഇതുവരെ ഒരു ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പോലും ഇല്ലാത്ത സ്കൂളുകളിൽ പെർമനന്റ് ആയിട്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ നിയമിക്കണമെന്നും 3-4 ഡിവിഷനുള്ള സ്കൂളുകളിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പോലും ഇല്ലാത്ത അവസ്ഥ നിലവിലുണ്ട്. ഒരു 5 ഡിവിഷൻ വന്നെങ്കിൽ മാത്രമേ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിലെ ഹൈസ്കൂളുകളിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുള്ളൂ, പെർമനന്റ് അധ്യാപകരായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 3-4 ഡിവിഷനുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ, പെർമനന്റ് ടീച്ചേഴ്സിനെ കിട്ടാത്തൊരവസ്ഥയാണ്. അങ്ങനെ 2021 കേരള ഹൈക്കോടതി ഉത്തരവിടുകയും അതിനുശേഷം 2021 ശേഷം കേരള സർക്കാർ 2 വിദ്യാഭ്യാസ സമിതികളെ വെച്ചു അതിനെക്കുറിച്ച് പഠിക്കാൻ. പക്ഷേ ആ 2 വിദ്യാഭ്യാസ സമിതികളും റിപ്പോർട്ടുകൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ വെക്കണം എന്ന് തന്നെ പറഞ്ഞാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സർക്കാർ ആ റിപ്പോർട്ടുകൾ 2ഉം എവിടെയോ മുക്കി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അവരതിനു പകരം കണ്ടംപ്റ്റ് ഓഫ് കേസിന് പുറകെ നടക്കുകയാണ്. നീണ്ട 22 തവണയായി കോടതി അലക്ഷ്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പഠിച്ച ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്കും ഒരു നീതിയും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. സർക്കാർ കഴിഞ്ഞ 3 വർഷമായിട്ട് പറയുന്നത് കോടതി പെർമനന്റ് അധ്യാപകരെ നിയമിക്കണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്യുന്നത് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്ന എന്നൊരു പ്രഹസനമാണ്. താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മുന്നത്തെ വർഷം അത് ഒക്ടോബറിലാണ് ഒരു ഓർഡർ വന്നത്, കഴിഞ്ഞ വർഷം അത് നവംബറിലാണ് ഓർഡർ വന്നത്. ഈ വർഷം ഇപ്പോൾ ജൂലൈയിൽ ഒരു ഓർഡർ വന്നു. പക്ഷെ അതിന് ഇതുവരെയും വ്യക്തതയായിട്ടില്ല. പക്ഷേ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള അധ്യാപകരെ വെക്കണമെന്നാണ്. താൽക്കാലിക അധ്യാപകർ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ അനവധിയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ്. കാര്യം പറഞ്ഞാൽ മിക്കവാറുമുള്ള കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ മാത്രമേ അവരുടെ സേവനം, ഇംഗ്ലീഷ് അധ്യാപകരുടെ സേവനം കിട്ടിയിട്ടുള്ളൂ സ്കൂളുകളിൽ. ആ സമയത്ത് നമുക്കറിയാം SLC പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഡിസംബർ മാസത്തോടെ അവരുടെ പോർഷൻ മുഴുവൻ തീരുന്ന പിന്നെ റിവിഷൻ എടുക്കുകയാണ്. അപ്പൊ അതുവരെ അവരെ പഠിപ്പിക്കുന്നത്, സബ്ജക്ട് പഠിപ്പിക്കുന്ന മാത്സോ സയൻസോ സോഷ്യലോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത്? കുട്ടികളോട് ബേസിക് ഒരു സെന്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്ത ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ളത്. പോട്ടെ, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ വളരെ ദയനീയമായിട്ട് പറഞ്ഞു, ഫ്യൂച്ചർ ടെൻസ് എന്ന് എഴുതിയപ്പോൾ ആ കുട്ടികൾ വായിച്ച ഫുട്ടൂര എന്നാണെന്ന്. അത്രയും പോലും അറിയത്തില്ലാത്ത ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥയാണിത്. കാരണം എന്താണ്? അത് ആ കുട്ടികളുടെ പ്രശ്നമല്ല, നമ്മളെ ഭരിക്കുന്ന സർക്കാരിന്റെ നീതി നിഷേധവും അനീതിയുമാണത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 24 അനുസരിച്ച് 24A അനുസരിച്ച് 6 തൊട്ട് 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായ വിദ്യാഭ്യാസം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാർ ഇതൊന്നും കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. നമ്മുടെ സർക്കാർ കോടതിയെ കണ്ണുകെട്ടി കോടതി വിധി ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് ഒരു അക്ഷരം എഴുതാൻ അറിയില്ലാത്ത ഒരു അവസ്ഥയാണ്. ഞാനും ഗസ്റ്റ് ആയിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ സ്ഥിതി എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു നീതി നിഷേധം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗാർത്ഥികൾ എന്നതിലുപരി കുട്ടികളോടുള്ള ഈ നീതി നിഷേധം സർക്കാർ എത്രയും പെട്ടെന്ന് മാറ്റി ഈ 639 സ്കൂളുകളിലും പിന്നെ പീരീഡ് അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള 1500 തസ്തികകളും ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത HSA വിളിക്കാനായിട്ട് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത HSA കോഴ്സ് പഠിക്കാൻ ചേർന്നവരുണ്ടാവരുത്. കാരണം അടുത്ത HSA വിളിക്കുമ്പോഴെങ്കിലും ഈ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. അപ്പൊ അടുത്ത HSAക്ക് വേണ്ടി PSC കോച്ചിങ് സെന്ററുകാര് ഇപ്പോഴും ചാകര പോലെ കുട്ടികൾ ചേർന്നോണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ഇംഗ്ലീഷ് HST റാങ്ക് ലിസ്റ്റിൽ നിന്ന് എറണാകുളം ജില്ലയിലെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. ആ ലിസ്റ്റ് എക്സ്പയർഡ് ആയി. അതിനുശേഷം നടത്തിയ എക്സാം ആയിരുന്നു ഞങ്ങളുടെ. എക്സാം നടത്തി, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ഇന്റർവ്യൂ നടത്തി. അതൊക്കെ വലിയ വലിയ പ്രോസസ്സുകളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത്രയും കഷ്ടപ്പെട്ട് ഒതുക്കം വിളിച്ചിരുന്ന് പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ലിസ്റ്റിലും വന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കോടതി പറഞ്ഞ പെർമനന്റ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന്.
എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ കൊല്ലം ഇംഗ്ലീഷുകാർ മാത്രം താൽക്കാലികമായിട്ട് വെക്കാം. ഇംഗ്ലീഷിന് മാത്രം താൽക്കാലികം. വർഷങ്ങളായിട്ട് ഈ താൽക്കാലികക്കാർ മാറി 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 ഗസ്റ്റ് അധ്യാപകരും സയൻസ് പഠിച്ചവരും മാത്സ് പഠിച്ചവരും കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോ ഹിന്ദി ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ച ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേണ്ടത് സാധാരണക്കാരായ കുട്ടികളുടെ 21A വയലേഷൻ ആണ്. മൗലികാവകാശത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ആ 21A വയലേഷൻ എല്ലാവരുടെയും മൗലികാവകാശമാണ്, ഓരോ കുട്ടിയുടെയും അവകാശമാണത്. ആ ആർട്ടിക്കിളിനെ ലംഘിച്ചുകൊണ്ട് എത്ര നാളായി ഇതിങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നു. ഈ താൽക്കാലിക പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ഒരു താൽക്കാലിക പോസ്റ്റ്, ഈ റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ എങ്ങനെയാണ് താൽക്കാലിക പോസ്റ്റ്? അങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ് കുട്ടൂര് ഓരോ കുട്ടിയുടെ അവസ്ഥ അതാ, കൂട്ടി വായിക്കാൻ പോലും അറിയില്ല, പേരെഴുതാൻ പോലും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദി ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിച്ച ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എങ്ങനെയാ? മാത്സ് പഠിപ്പിച്ച ആൾക്കും സയൻസ് പഠിപ്പിച്ച ആളും എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? എത്ര വർഷമായി ഇത് സാധാരണക്കാർക്ക് അറിയില്ല. അത് അവര് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും. ഈ പല വിഷയം പഠിച്ചവർ പോയിട്ട് ഇംഗ്ലീഷാണ് കയറി പഠിക്കുക. ആർക്കും വഴിക്കൂടെ പോകുന്നവർക്കും കയറി പഠിപ്പിക്കാം. അതാണ് അവസ്ഥ. അപ്പൊ ഈ താൽക്കാലിക നിയമനം എന്നുള്ളത് മാറ്റി പിരീഡ് അടിസ്ഥാനത്തില് പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ലിസ്റ്റ് നിലവിലിരിക്കുക. വളരെ ചെറിയ ലിസ്റ്റുകളാണ് നിലവിലുള്ളത്. ഇടുക്കി ജില്ലയിലെ 20 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ഹിന്ദിക്കും മലയാളത്തിനും 100 കണക്കിന് പോസ്റ്റുകൾ വരുമ്പോ അതും ഭാഷ തന്നെയാണ്. 100 കണക്കിന് പോസ്റ്റുകൾ ഉള്ളപ്പോ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ പോസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഇംഗ്ലീഷിന്. പോസ്റ്റ് ഉണ്ടെങ്കിലാണല്ലോ. ഇടുക്കി ജില്ലയിലെ ആണ് ഞാൻ പരീക്ഷ ചെയ്തത്. 56 സ്കൂളുകളാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത സ്കൂളുകളുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സ്കൂളില് 56 സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച ഒരു ഇംഗ്ലീഷ് അധ്യാപകർ വേണമല്ലോ ഒരു സ്കൂളില്. ആ ടീച്ചർ അവിടെ ഇല്ല. അത് പഠിപ്പിക്കുന്ന കൈകാര്യം ചെയ്യുന്ന മറ്റു ടീച്ചേഴ്സിന്റെ പീരീഡ് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ പോസ്റ്റ് നഷ്ടപ്പെടും അവിടെ. അപ്പൊ എയ്ഡഡ് സ്കൂളുകളിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അവരെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അയച്ചിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇതിനുണ്ട്. അതൊക്കെ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്, സാധാരണക്കാരുടെ ഇടയിലേക്ക് വരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ രീതിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഉദ്യോഗാർത്ഥിയിൽ നിന്ന് മാറിയിട്ട് ഒരു കുട്ടിയുടെ ആ ഒരു ദാരുണമായ അവസ്ഥ, അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. താങ്ക് യു.